ഓരോ ദിവസം ഓരോ ആൾ കത്തിക്കും. ഇപ്പം കത്തിക്കാൻ ആളായെന്ന് പറഞ്ഞാൽ അടുത്ത 7 ദിവസം കത്തിക്കാൻ പറ്റില്ല. അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര പേരെ പറയുള്ളൂ. അല്ല, ഞാനൊരു ഞായറാഴ്ച ദിവസം വേണം. ബാക്കി ആളുണ്ടല്ലോ, ഇവൻ രണ്ടാം ശനിയാഴ്ച കത്തിക്കും. പിന്നെ 2 ദിവസം കത്തിക്കും. അത് ഞായറാഴ്ച ഇല്ലേ, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് വന്ന് എത്തിച്ചോളാം. അല്ലാണ്ട് ഇതിനകത്ത് ഞാൻ ഇങ്ങനത്തെ ഇതിലൊന്നും ബന്ധപ്പെട്ട് ഇതൊന്നും അറിയേയില്ല. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഞാൻ ഞായറാഴ്ച എൻ്റെ പണി ചെയ്യുന്നോ സ്ഥിരമായിട്ട് വരില്ല. കാരണം മുടങ്ങാതെ കത്തിക്കണം. ബാക്കിയുള്ള ദിവസങ്ങളെക്കാളായിരുന്നല്ലോ. അല്ല, ബാക്കി അങ്ങനെ ഓരോരുത്തരും അല്ലാണ്ട് ഞാനിപ്പോൾ ഞായറാഴ്ച വന്ന് നല്ല ചന്ദ്രൻ വന്ന് കത്തിച്ചിട്ട് ഇല്ലാണ്ടായിപ്പോകാൻ പാടില്ല. പേരെല്ലാം കുറേ ഉണ്ട്. സംഗതി ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ജയിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അതെല്ലാവരും ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും മറുപടി ഇല്ലെങ്കിൽ ഞങ്ങൾ രാഷ്ട്രീയം അടക്കാനുള്ള തീരുമാനത്തിലാണുള്ളത്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. സമയം അങ്ങ് പോവുകയാണ്. ഇന്നൊരു അഷ്ടമിരോഹിണി ദിവസമാണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ എൻ്റെ രക്ഷാധികാരിത്വത്തിൽ നടത്തുന്ന മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് വലിയൊരു ഉത്തരവാദിത്തത്തിന് ഞാൻ നിങ്ങളോട് ധാരണയില്ലാണ്ട് ഈ ഡേറ്റ് തന്നുപോയതാണ്. സത്യത്തിൽ ഇന്ന് അഷ്ടമിരോഹിണി എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞങ്ങൾ ഫോണിലെ കൂടെ വിളിച്ച ഡേറ്റ് കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റാത്ത വലിയ ക്ഷേത്രമാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം. അപ്പം അവിടെ തന്നെ വേണ്ടതാണ്. 5 ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം വൈകുന്നേരം അവിടെ പ്രത്യേകിച്ച് നിറമാലകളും പൂജകളും ഭക്തിഗാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ നടക്കുകയാണ്. അപ്പം വരാൻ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പ്രസിഡന്റ് കുറച്ച് എന്നോട് പറഞ്ഞു നമ്മൾ പോകാൻ വേണ്ടി പാടില്ലായിരുന്നു. സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം പ്രസിഡന്റ് പോകാറില്ല. ഞാൻ നിങ്ങൾക്ക് ധാരണ തന്നുപോയി. പിന്നെ എന്തുകൊണ്ട് എനിക്ക് നമ്മൾ പറഞ്ഞ വാക്ക് മാറാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ദേവകാര്യമല്ലേ, ചെറിയൊരു വ്യക്തിപരമായ കുടുംബരാശിയാണെന്ന് ഒരുപക്ഷെ ഞാൻ പറയുന്നത്. നമുക്ക് തൽക്കാലം ഒരു ദിവസം അങ്ങ് ചേഞ്ചാക്കാണ് പറയുമായിരുന്നു. ഇത് ദേവൻ്റെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു പറഞ്ഞ വാക്ക് മാറിയതിൻ്റെ ഒരു നിമിത്തം ഞങ്ങളിൽ കൂടി ഇവിടെ വന്നുകൂടാ എന്നുള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഇന്ന് അഷ്ടമിരോഹിണി ദിവസം ഇങ്ങോട്ടെത്തിയത്. അപ്പം കാര്യങ്ങൾ കണ്ടു. നല്ല ദൈവാധീനമുള്ള ദേവസ്ഥാനമാണ് എന്ന് മനസ്സിലായി. പക്ഷേ ദേവകലകളെല്ലാം അത്യധികം കോപിച്ച് സാന്നിധ്യം അങ്ങേറ്റം ക്ഷീണിച്ച് ചൈതന്യ ഉപാധികളിൽ പോലും സാന്നിധ്യകല ഇന്ന് അത്യധികം ക്ഷീണിച്ചു പോയ അവസ്ഥയാണ് എന്ന് കാണുമ്പോൾ അതിൻ്റെ നിമിത്തക്ലേശങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ക്ഷേത്രാചാരത്തിൻ്റെ അഥവാ പൊടിക്കളത്തിൻ്റെ ആചാരാനുഷ്ഠാന വ്യവസ്ഥ ആചരിക്കേണ്ട നിങ്ങൾക്ക് ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ആചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു വ്യവസ്ഥയാണെങ്കിൽ നിങ്ങൾ മറുപടി തരിക. ഞങ്ങൾ ചെയ്യുക, രാശി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. കാര്യങ്ങൾ ചാർത്ത് ഞങ്ങൾ എഴുതി തരും. ഇന്നൊക്കെയാണ് ഇതിൻ്റെ വിഷയവ്യവസ്ഥ വേണ്ടുന്നത് എന്ന് ഞങ്ങൾ എഴുതി തരും. പക്ഷേ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങളിതിൽ ഭാഗമാക്കല്ല എന്നാണ്. ഞങ്ങൾക്ക് ദേവൻ അറിയിച്ച കാര്യങ്ങൾ നിങ്ങളോട് നിർദ്ദേശിക്കാനേ ഞങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ചു ഒരു വട്ടത്തിൽ. ഇതാർക്കും താല്പര്യമില്ല. പിന്നെ അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം ഇങ്ങനെ ഇതാണ്. ഇപ്പം ഇങ്ങനെ തന്നെ വന്നിട്ടില്ല. ആരും വിളക്ക് എത്തിക്കാറില്ല. ഒരു ദിവസത്തേക്കും ഇദ്ദേഹമോ താങ്കളോ നിന്നു. ബാക്കിയുള്ള ദിവസങ്ങൾ മാസത്തേക്ക് ഒരു തവണ ഇദ്ദേഹത്തിന് ഇപ്പം സാധിക്കുമല്ലോ. മറ്റാർക്കും അല്ല 3 ആളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആവുന്ന സാഹചര്യം ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ തിരിച്ചു വരാം. സിന്ധു ഇവരെ ചെയ്യാൻ പറ്റുമോ? അല്ല, നമ്മൾ അങ്ങനെ വെറുതെ ഇങ്ങനെ ഇവരെ വിളിച്ചു വരുത്തിട്ട് ഒരു വെറുതെ ഇരുന്ന സമയങ്ങളല്ലേ 5 മണി. ഇത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുമോ? രാശി ദേവകം നോക്കണം. തെളിയുന്നുണ്ട്. ദേവൻ തൃപ്തനാണോ എന്ന് നോക്കണം. അല്ല, അങ്ങനെ അഥവാ ആണുങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു ദിവസം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ല, വെറുതെ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഒരു ഇങ്ങനെ ഇരുന്ന് നമ്മൾ സമയം തയ്ക്കുന്നത് കാര്യമില്ല. പക്ഷേ നിങ്ങളതിന് സന്നദ്ധമായ കാലത്ത് നിങ്ങൾ വിളിച്ചോളൂ, ഞങ്ങൾ മുഴുപ്പിച്ച് തരാം. പക്ഷേ ഇതിങ്ങനെ നമ്മൾ വൈകുന്നേരം വരെ ഒരു സമയം വരെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ലാതെ ഒരു അവസ്ഥയിൽ നമ്മൾ പരസ്പരം ഇങ്ങനെ സമ്മതിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ കാര്യം നിങ്ങൾ നേരെയാക്കാതിരിക്കുക, അത് നമ്മൾ കൂടി ആകപ്പാക്കാകുക. 5 ദൈവദോഷം ഞങ്ങൾ കൊണ്ടുപോകണ്ടേ? ഞങ്ങൾക്ക് നിത്യം ജപിച്ചും പ്രാർത്ഥിച്ചൊക്കെ വരും. ഞങ്ങൾക്ക് ഇതിലൊക്കെ കുറച്ച് കൂടുതൽ ഭയമുണ്ട്.
അങ്ങനെ അതൊന്നും നോക്കണം എങ്കിൽ നമുക്ക് അതായത് സന്നദ്ധരായ ആൾക്കാരുണ്ടോ? ദേവനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ നടന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് തെളിയിക്കാം. അഥവാ തെളിഞ്ഞാൽ തെളിഞ്ഞോ ഞങ്ങൾക്ക് പൂർവ്വബോധം അഥവാ തെളിഞ്ഞാൽ ആളുണ്ടോ? ഇത് അഥവാ ഒരു ദിവസങ്ങളെ നിങ്ങൾ ചെയ്യണ്ടോ? ചിലപ്പം വേറെ ആരെങ്കിലും ആണുങ്ങൾ വരും ഉണ്ട്. അതൊന്ന് നോക്കി ചോദിച്ചേനെ, അത് നോക്കി ചോദിച്ചേനെ. ആയിക്കോട്ടെ. ആ ചോദിച്ചാൽ അത് നോക്ക്. അതായത് തീരുമാനമില്ലാതെ അവരെ നമ്മൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ അവരെന്നെ ആക്കിയാ പോരെ, പെണ്ണുങ്ങൾ തന്നെ ആക്കിയാൽ മതി. അത് എവിടെ ശരിയാവിടെ നിങ്ങൾ ആണെന്ന് പറഞ്ഞിട്ടാകുമ്പോ പെണ്ണുങ്ങളെ കൊണ്ട് തന്നെ ആക്കുന്നത് അത് നടക്കുന്ന കാര്യമല്ല. ഇവിടെ നമ്മള് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വെക്കാന്നല്ലാണ്ട് അതിനായിട്ട് നമ്മളില്ല എങ്കിൽ നമ്മൾ അങ്ങനെ ഒരാളെ ഒരിക്കാന്നല്ലാണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത് ആരെങ്കിലും ഒരു പെണ്ണ് ഇത് ആരെങ്കിലും ഏറ്റെടുക്കണ്ടേ? അത് നടക്കൂല. ഇത് ആരെങ്കിലും എങ്കിൽ പിന്നെ ഈ അധ്യായം ഇവിടെ മറക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മളെന്താ പറയുന്നത്? ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകും. അത് അത് സത്യമാണ്. എപ്പോ എല്ലാവരും റെഡി നല്ല നിങ്ങൾ വെക്ക്, നാളെ ഞാൻ വരും. ഈ ദൂരയിൽ അവർ വരുമ്പോ അത് നടക്കുന്നത് പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾ തീരുമാനിക്കാം. നിങ്ങൾ ആണുങ്ങൾ മാറില്ല, 5-6 ആളില്ലേ വീട്ടിൽ തന്നെ ആളുണ്ടല്ലോ, അവർ തീരുമാനിക്കട്ടെ. പിന്നെ ഇതിനെ പെണ്ണുങ്ങൾ പറയുന്നത്, പെണ്ണുങ്ങൾ റെഡിയായിട്ട് നിന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ആണുങ്ങളില്ലെങ്കിൽ പെണ്ണുങ്ങൾ. പിന്നെ അവരോട് നമ്മളെന്നാ ഒരു മറുപടി പറയാം അവരോട്. പിന്നെ ചന്ദ്രൻ്റെ അടുത്ത് പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഇന്നൊരു പെണ്ണുങ്ങൾ നിങ്ങൾ വെച്ച് നോക്കും. ഇത് അവരും ഇവരും ചൂണ്ടിക്കാണിച്ചിട്ട് എന്നാ അതിനെ കൊണ്ട് കാര്യം. അതാണ് അടിച്ചു പാരാൻ ആളുണ്ട്, തിരി കത്തിക്കാനാണ് ഒരാളില്ല. അതാണ് ശ്രദ്ധിക്കുന്നത്. അതാണ് പ്രശ്നം. ഈ ആണുങ്ങൾ ആരുമില്ല. ഇനി പെണ്ണുങ്ങൾ മുതിർന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മളത് ആദ്യമേ പറയും, നമ്മൾ ഇന്ന് ചെയ്തോളാം. അപ്പോഴും മറ്റു ദിവസങ്ങൾക്കൊരു നിശ്ചയം കിട്ടുന്നില്ലല്ലോ. അതെ, ഒരു ദിവസം ഒരുപക്ഷെ അന്ന് ജോലിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അന്ന് വന്ന് ചെയ്ത് നോക്കാം. പക്ഷെ നമുക്ക് എന്നാലും ബാക്കി ദിവസത്തിന് നിശ്ചയമാവുന്നില്ല. ഒരാൾക്ക് ഒരു പറ്റുന്നില്ല എന്ന് കണ്ടാൽ വേറൊരാളെ മറ്റൊരാളെ ചെയ്യാൻ സന്നദ്ധനായിരിക്കണം. അത് വിളിച്ചു പറഞ്ഞാൽ ഉണ്ടാവണം. വെറുതെ നമ്മളൊരു വാക്ക് ദേവനോട് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ അതിൻ്റെ ദോഷം അവരവർ ഏറ്റുവാങ്ങേണ്ടി വരും. ദൈവത്തോട് വാക്ക് പറയുമ്പോൾ ഇത് പ്രകൃതി എന്നൊരു സത്യമാണല്ലോ. ഇത് വാക്ക് പറയുമ്പോൾ നമ്മളത് പാലിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പറയാം. എല്ലാം ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞോളൂ. അടുത്ത പരിപാടി ഞങ്ങൾ ദേവനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾ കൊണ്ടുകൂട്ടി എന്നോ ഈ കാര്യങ്ങൾക്ക് ഇവർ സന്നദ്ധമായി ഇനി മുന്നിട്ടിറങ്ങുന്നു അന്ന് ദേവതം നോക്കി തീരുമാനിച്ചു. കാരണം ഇത് ഭാരിച്ച ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രേതശാന്തി അടക്കമുണ്ട്. വെള്ളാട്ടത്തിൻ്റെ കാര്യം, പുത്തരിയുടെ കാര്യം, നിത്യയുടെ കാര്യം കഴിയാണ്ട് പിന്നെ അതൊന്നുമില്ല. അതുകൊണ്ട് ഇവരെന്നോ സന്നദ്ധമാകുന്നു. അന്ന് ഇവർ അന്ന് ഇവർ പുനർചിന്ത ചെയ്തിട്ട് വ്യവസ്ഥയിലേക്ക് നീങ്ങട്ടെ. ഇതിൻ്റെ അനിഷ്ടം ആർക്കും സംഭവിച്ചുകൂടാ. വേഗത്തിലൊരു മൃത്യുഞ്ജയോമൻ ക്ഷേത്രത്തിൽ വെച്ചോ മറ്റൊരു ചെയ്യാൻ തയ്യാറാവട്ടെ. ദേവന് എന്തിപ്പോൾ ഒന്നും ചെയ്യുക, ഒരു വിളക്കോലും വെക്കാണ്ടിപ്പോൾ ഒരു പൈൻകുറ്റി പോലും ദേവനിപ്പോൾ വഴിപാട് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. അതുകൊണ്ട് സാധിക്കുന്ന കാലത്ത് ചെയ്തിട്ട് ഇവിടുത്തെ പ്രദേശദേവന് എന്തെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ ആവൽ ദുരിതശാന്തിക്ക് കാണുക, രാശി നടത്തുക. ബാക്കി നിങ്ങൾ പിന്നെ സന്നദ്ധമായ കാലം നിങ്ങൾ വിളിക്കും, ഞങ്ങൾ ഇവിടെ നിലവിൽ വെള്ളാട്ടം കഴിക്കണമെങ്കിൽ ഇവിടെ ഞങ്ങൾ കണ്ട സാന്നിധ്യ ക്ഷീണം എന്ന് പറയുന്ന ക്ഷീണാവസ്ഥ തീരാണ്ട് നിങ്ങളൊരു കോലക്കാരനെ കൊണ്ട് തെയ്യം കഴിച്ചാൽ ആ കോലധാരിക്ക് ആ കോലം മുക്തീകരിക്കാനാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുള്ളൂ, വെള്ളാട്ടം നിശ്ചയിച്ച് തീരുമാനിച്ചതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് കൊല വരും. ഇതാണ് സംഭവിക്കുക. അതാണ് നടക്കുക. അതാണ് ഈ ക്ഷീണത്തിൻ്റെ കാരണം. മുടങ്ങിപ്പോകും. എന്തിന് പരീക്ഷണത്തിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളല്ല.
എന്തിനു പരീക്ഷിക്കണം ദേവനോട്? 5 ദിവസം മുന്നെയാണ് മരിക്കുന്നത്. എല്ലാ ഭക്ഷണവും എല്ലാ തെയ്യക്കാരനും എല്ലാ അടയാളും എല്ലാം കൊടുത്ത് റെഡിയാക്കി. അപ്പൊ 5 ദിവസം മുന്നേ അന്നേരെ അടുത്ത ബന്ധു മരിച്ചു. അപ്പൊ നമുക്ക് അവരെ വിളിച്ച് പറയേണ്ടി വന്നു, തെയ്യം ഞാൻ നടത്തൂല, ഇപ്പൊ എന്തായാലും നമ്മ പ്രസാദയുടെ കൂടെ ഉണ്ടതാണ്. അപ്പൊ അങ്ങനെ മുടങ്ങിയതാണ്. അതാണ് നമ്മ ഈ വഴിയിലേക്ക് എത്തിയത്. ഇനിയും ഇതൊന്നും നേരെ ആവാണ്ടൊരു വെള്ളാട്ടം തീരുമാനിച്ചാൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. തന്നെ അനുഭവം സാന്നിധ്യം ക്ഷീണിച്ചു നിൽക്കുന്നിടത്ത് ക്ഷീണിച്ചു നിൽക്കുന്ന ആ സാന്നിധ്യ ക്ഷീണത്തിന് പരിഹാരമാക്കണം. എങ്ങനെയാണ് വെള്ളാട്ടം കഴിക്കുക? ആ ക്ഷീണത്തിൻ്റെ പരിഹാരങ്ങളാണ് ഞങ്ങൾ ഇപ്പം 3-4 കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഇതെല്ലാം അതിൻ്റെ പരിഹാരങ്ങളാണ്. ഒരു വെള്ളാട്ടം കഴിക്കണമെങ്കിൽ പ്രേതാവാഹന സഹിതം ആ പ്രേതവിധങ്ങൾക്കുള്ള ശാന്തി വരുത്തിയും കൊണ്ടുള്ള വിഷയം അടക്കം അതിൽ വരുന്നുണ്ട് എന്നർത്ഥം. അപ്പം നിങ്ങൾ വെള്ളാട്ടത്തിന് തീരുമാനമാക്കിയാൽ സാധിക്കില്ല, നടക്കില്ല. സാധിച്ചിട്ടില്ല. 2 പ്രാവശ്യം സാധിച്ചിട്ടില്ല. 2 പ്രാവശ്യം സംഭവിച്ചിനി. അതുകൊണ്ട് പിന്നെ നിങ്ങൾ എല്ലാം കൂടി സന്നദ്ധമായ കാലത്ത് വിളിച്ചോളൂ, ഞങ്ങൾ വിളിച്ചാൽ ഇന്ന് ഈ രാശി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതൊന്ന് സാഹചര്യമാണെങ്കിൽ ഞങ്ങൾ നിർവഹിക്കും. ഒരുപാട് അനവധി വെറുതെ ഞങ്ങൾ നഷ്ടപ്പെടുക, സമയം വെറുതെ കളയാൻ. എന്നാ വേണ്ട, എന്നാ പിന്നെ നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം അല്ലേ? തീരുമാനം എന്താ പറയുന്നത്? അല്ല, നിങ്ങൾ 2 പെങ്ങന്മാരല്ലേ ഉള്ളത് തീരുമാനം എടുക്കാൻ? അവര് തീരുമാനം എടുക്കും. ഞങ്ങളത് രാശി നോക്കണമെങ്കിൽ അതിന് നിങ്ങളിൽ സന്നദ്ധമായ ആൾക്കാർക്ക് മനസ്സിൻ്റെ കെട്ടറപ്പോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി അത് ചെയ്യാം എന്ന് നിശ്ചയമുള്ള ആൾക്കാർ ഉണ്ട് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ദേവനോടത് പറ്റുമോ ചോദിക്കാൻ പറ്റൂ. വെറുതെ ദേവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവനോട് പറ്റുമോ ചോദിച്ചാൽ പറ്റുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവില്ലാന്ന് പറഞ്ഞാൽ വീണ്ടും ദോഷമായിട്ട് വാങ്ങണം. ഇതിനങ്ങനെ ദോഷമായിട്ട് നിങ്ങൾ നിശ്ചയിച്ചാൽ ആളുണ്ട് എന്ന് നിങ്ങൾ നടക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടല്ലേ? ആദ്യ ദേവനെ വിട്ടിയാണോ? റെഡിയാണോ? നടക്കില്ല. ചെയ്യുന്ന പോലെ ധൈര്യമായിട്ട് ഒരാളുണ്ടെങ്കിൽ റെഡി. കാര്യങ്ങളാണ് അവരെ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അരിപ്പം പണി ഏൽക്കും ചെയ്യും. അതാ പ്രശ്നം. പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അവരോടൊന്നും ചോദിക്കണ്ട, പ്രാക്ടിക്കലായിട്ട് അതുപോലെ ചെയ്യാൻ പറ്റും. ധൈര്യമായിട്ട് പറയണം ചെയ്യാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ നടക്കണം പറഞ്ഞിട്ട് അവർ കഴിയാതെ വയ്യാതെ വന്നിട്ട് കാര്യം നടക്കും. അവർക്ക് വേണമെന്നെല്ലാം ഉണ്ടാവും, പക്ഷെ നടക്കില്ല, പ്രാക്ടിക്കലി നടക്കില്ല. അങ്ങനെ നമ്മളൊരു ഇതില്ല, ഒരു തീരുമാനം നോക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇത് നിർത്തുന്നതാണ് നല്ലത്. ഇതിപ്പോ ഇങ്ങനെ മടക്കിക്കൊണ്ട് കാര്യമില്ല. ഇത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, തെറ്റെന്ന് വിചാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ അധ്യായം മുടക്കുന്നതാണ് നല്ലത്. കാരണം മടക്കുന്നതാണ് കാരണം എന്താ പറയുക, നമ്മൾ ദൂരിൽ നിന്ന് വന്നിട്ട് നമുക്കിത് ആവില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ചെയ്യാന്നല്ലാതെ ഇവര് നിങ്ങൾ ചേഞ്ചാക്കി ചെയ്യാൻ പറ്റുമോ? നമ്മള് പണിക്കും അതെ പണിക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റുമെങ്കിൽ ഇത് ചെയ്യാന്നല്ലാതെ അതെ പണിക്ക് പോയി താമസിച്ചാൽ അങ്ങനെ പറ്റൂല. അല്ലാത്ത ദിവസം ഇങ്ങനെ വന്ന് 3 നാളും കൂടെ ഒന്ന് ചേഞ്ചാക്കി വരുമോ, ചേഞ്ചാക്കി പറ്റുമോ, അങ്ങനെ നടക്കും. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇത്രയും കുടുംബക്കാരെ വിളിച്ചു വരുത്തിട്ട് ഇവര് ജോലിസരെയും വിളിച്ചു വരുത്തിട്ട് ഒരു അവരെന്നെ നമ്മളൊരു വിലയിരുത്തും. കാരണം ഇത്രയും ആളുണ്ടായിട്ട് ഇന്ന് മാത്രമല്ല വിലയിരുത്തുന്ന മാത്രമല്ല, അല്ല അവർക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി. ബാക്കിയുള്ള കാര്യത്തിലെല്ലാം നമ്മളുണ്ടാവും. ഇപ്പൊ തൂത്തും വരുന്നുണ്ട്, ഒന്നും വിളക്ക് കത്തിക്കാൻ പറ്റുമെങ്കിൽ
ദേവന് വേണ്ടിയിട്ട് അർപ്പണബോധത്തോടു കൂടി ഞങ്ങൾക്ക് എന്നുള്ള വിഷയമാണ്. നമ്മളിന്ന് വന്നതുകൊണ്ട് അവരാ ആ വിഷയം കണ്ടതുകൊണ്ട് ജ്യോത്സ്യന്മാരുടെ വിഷയം ഇങ്ങനെ വന്നു, ജ്യോതിഷത്തിൽ അങ്ങനെ കണ്ടു, അതുകൊണ്ട് ചെയ്യണ്ടേ എന്നുള്ള ഭാവത്തിലല്ല, ദേവൻ അർപ്പിച്ചുകൊണ്ടുള്ള അർപ്പണബോധത്തോടു കൂടി ചെയ്യാനാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. പ്രശ്നം വെക്കാനിട വന്നുകൊണ്ട് ഒരാളാവണ്ടേ എന്നുള്ള നിർബന്ധ സാഹചര്യം ഇന്ന് കണ്ടുകൂടാ. ഒന്നും വേണ്ടത് അല്ല, നമ്മളെ ഒരു എന്താ പറയാ കുടുംബത്തിന്റെ ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും അനുഭവിക്കുക എന്നല്ലാണ്ട് വേറെ ഇതിലൊന്നും മാർഗം കാണുന്നില്ല. ഇത്രയേ കുടുംബം നല്ലതാണെന്ന് വെച്ചിട്ടില്ലേ ഇത് തുടങ്ങുന്നത്. ഇതിപ്പോ അവർക്ക് രണ്ടാമത് കഴിയില്ല, ഞാനാണിപ്പം കഴിയില്ല, നാരായണനും കഴിയില്ല. പെണ്ണുങ്ങൾക്ക് പിന്നെ പറ്റുന്നില്ല, പറ്റുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഇനിയും നിങ്ങളൊന്ന് പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാവരും മനസ്സന്നദ്ധ കാട്ടുന്ന കാലത്ത് വിളിച്ചു അതും പൂർണ്ണതയിലേക്ക് എത്തിക്കാം. വെറുതെ ഞങ്ങളിങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്നിനും തീരുമാനമാകാതെ രാത്രി വരെ അതായത് ഇവിടുത്തെ ദേശാധിപത്യം മഹാദേവനല്ലേ, ആ മഹാദേവനെ അതുകൊണ്ടാണ് രക്ഷയിൽ ഇപ്പം ചെയ്യുന്നത്. പിന്നെ തുടരുക, നിർത്തരുത്. കാരണം ഈ പ്രശ്നത്തിൽ നമുക്ക് മുത്തപ്പനീശ്വരൻ രക്ഷയിൽ തന്നെ രക്ഷാഭാവാധിപനായി രക്ഷയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോഴും ഉള്ളിലൊരു ദുഃഖം, മഹാബാധയിൽ നിന്നുകൊണ്ടാണ് രക്ഷകനാകുന്നത്, ഒരു ദുഃഖം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മളെ രക്ഷിക്കുന്നത് എന്നതാണ് പ്രശ്നത്തിൽ പറഞ്ഞ വസ്തുത. അപ്പോൾ ആ ദുഃഖമാണ് ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ആ രക്ഷാഭാവം വിട്ടുപോകാതിരിക്കാൻ ഇന്നുള്ള ആ ഒരു മാസത്തേക്ക് ഒരു തവണ കിട്ടുന്ന തിരിയെങ്കിലും മുടങ്ങരുത്, അത് ചെയ്തുകൊള്ളുക. ഒരു നിർദ്ദേശം കൂടെ വെക്കാനുള്ളത്, ഇപ്പം പ്രശ്നം രാശിമടക്കവും വെറുതെ നമുക്ക് കവടിയും എടുക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഈ ദേവൻ നിൽക്കുന്ന പ്രദേശാധിപത്യം പിന്നെ അരങ്ങം ക്ഷേത്രമായിരിക്കുമല്ലോ, ആ മഹാദേവനൊരു വഴിപാട് നിശ്ചയിക്കുക ഉണ്ട് അല്ലേ, ആ ക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് നിശ്ചയിക്കുക. പിന്നെ ഇപ്പോൾ ഏതായാലും മാസത്തിലൊരു തവണ നമ്മൾ തുറക്കുന്നത് കൊണ്ട് ഈ പിന്നെ പൈങ്കുറ്റി വെക്കാൻ അറിയാവുന്ന ഒരു മടയനോ ആൾക്കാരുണ്ടെങ്കിൽ ഇതിൻ്റെ പരിഹാരമായിട്ട് ഒരു തവണ നിങ്ങളുള്ള ഈ സന്ദർഭത്തിൽ രണ്ടാശിനി കിട്ടുമല്ലോ, എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിച്ച് ഒരു പൈങ്കുറ്റൊന്ന് ദേവന് വെച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നേരാക്കി മനസ്സൊന്ന് ക്ലിയറാക്കി തരാനെല്ലാം കൂടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഈ രണ്ട് വഴിപാടേ ഇപ്പം നമ്മൾ കാണുന്നത്. ഒന്നും കാണാതെ രാശി മുടക്കിക്കൂടാൻ അർത്ഥം. എന്തേ മഹാദേവനൊന്ന് ചെയ്യുക അവിടത്തേക്ക്. ഹോമമല്ലേ ചെയ്യേണ്ടത്, ഹോമമല്ലേ ചെയ്യേണ്ടത്. അവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അവിടെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അവിടെ ദേവന് വഴിപാട് ക്ഷേത്രത്തിൽ വെച്ച് പ്രത്യേകം ചെയ്തു തരുമെങ്കിൽ അതും ചെയ്യാം എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഇപ്പം അങ്ങനെ സമ്പ്രദായം ഉണ്ടോ ഞങ്ങൾക്കറിയില്ല, അന്വേഷിച്ചു കാണാൻ പറ്റില്ല. നമ്മൾ വഴിപാട് നമ്മളൊന്നും അറിയില്ല. അവിടെ നമ്മൾ പിന്നെ വെള്ളാട്ടത്തിന് മുമ്പായിട്ട് തലേന്ന് ഗണപതി ഹോമം നടത്തലുണ്ടായിരുന്നു. ഇപ്പം ഇനിയിപ്പോൾ അടുത്തൊരു പെൺകുട്ടി ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗണപതി ഹോമം നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. ഈ ഗണപതി ഹോമം ചെയ്യാനായിട്ട് ബ്രാഹ്മണ കണ്ടിട്ടാണ് ഗണപതി ഹോമം നടത്തുന്നത് വെള്ളാട്ടത്തിന് തലേ ദിവസം. അപ്പോൾ തൽക്കാലം ഈ ദേവനൊന്ന് ആഗ്രഹിച്ചു പോയതാണ് ആ ദേവന് പൈങ്കുറ്റി നിവേദ്യം. ഇപ്പം കുറേ കാലമായി പൈങ്കുറ്റൊന്നും ഇല്ലാതെ ഒരു നിവേദ്യം എന്തായാലും നമ്മൾ ശനിയാഴ്ച മാസത്തേക്ക് ഒരു രണ്ടാം ശനിയെങ്കിലും തുറന്ന കാര്യം ചെയ്യുന്നത് കൊണ്ട് ആ ദിവസം പറ്റാവുന്ന ഒരാളെ, നമുക്ക് പൈങ്കുറ്റി വെക്കാൻ അറിയാവോ? ഇല്ല. അപ്പോൾ അറിയുന്ന പറ്റാവുന്ന ഒരാളെ കൊണ്ടുവന്ന് ഒരു പൈങ്കുറ്റി ദേവൻ അങ്ങ് നൽകും. അന്ന് എല്ലാവരും വന്ന് തൊഴുത് പ്രസാദം വാങ്ങാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായി. ഇടയിലൊന്നൊരു ആ ദിവസമോ അതിന് മുമ്പോ എല്ലാം പറ്റുന്ന സമയത്തോ ഒരു ഗണപതിയും മൃത്യുഞ്ജയവും ഇതാണ് നമുക്ക് തരാനുള്ള നിർദ്ദേശം. മറ്റു നിർദ്ദേശങ്ങൾ നമ്മൾ ഈ പ്രശ്നം വെച്ചതിൻ്റെ രൂപരേഖകളാണ് വ്യക്തമായ ബുക്കിലേക്ക് ചാർത്ത് എഴുതി തരാം, അതിന് സംശയമൊന്നുമില്ല. നമുക്ക് തെളിവ് വേണ്ട എന്നാൽ വെച്ചിരുന്നു എന്നുള്ളത്. അത് ഞങ്ങൾ ഇത് റെഡിയാക്കി കൊടുത്തേക്കാം. നിങ്ങൾ ഇന്നത്തെ ദിവസം താമ്പൂല പ്രശ്നം വെച്ചതും ഇന്നതൊക്കെയായിരുന്നു അതിൻ്റെ വസ്തുത എന്നുള്ളതും
വിഷയമൊന്നും വേണ്ടേ. 6 പ്രേതാത്മാക്കൾ ആരായിരുന്നു? ഇപ്പോൾ ഈ എഴുതിയതിലൊരു 4 5 ഇവിടെ ഉണ്ട്. തമ്പായി എന്ന അമ്മ, അതിൻ്റെ മക്കൾ കുഞ്ഞമ്പു, താല, കണ്ണൻ, കല്യാണി എന്നിട്ട് 5 ഇവിടെ ഉണ്ട്. 6 ഇതിൽ കണ്ടു. ആ ഒരാള് ഉണ്ട് അല്ലേ? അത് പിന്നെ കുഞ്ഞമ്പു എന്ന് പറഞ്ഞ അച്ഛൻ്റെ ഏട്ടനാണ്. വെല്ലിച്ചൻ്റെ മോള് പിന്നെ ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം രമാദേവി. ഇത് ഈ പറയുന്നത് ഒരുപക്ഷെ വ്യക്തിഗതമായി അവരവർ ചിലപ്പോൾ അതിന് ശാന്തികർമ്മം നടത്തിയിട്ടുണ്ടാവാം. ഈ ദേവൻ്റെ മണ്ഡലത്തിലേക്കും ദേവചൈതന്യത്തിലേക്കും ബന്ധനത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇത് വീണ്ടും കാണുന്നത്. അപ്പോൾ ഇവിടുന്നൊരു അവസരത്തിൽ നമ്മൾ നവീകരണത്തിൽ അത് വേണ്ടുന്നത് ശരിക്കും നവീകരണം ചെയ്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തെയ്യം കഴിക്കുന്നതിൻ്റെ തലേ ദിവസം പ്രേതാവാഹനാദികൾ നടത്തി ആ മുത്തപ്പൻ തെയ്യത്തോട് അരിയും കുറയും ആ പ്രതിമയിലേക്ക് ഇട്ട് ദേവബന്ധനം തീർത്ത് ഏറ്റുവാങ്ങി തിലോഹം കഴിച്ച് സമർപ്പിക്കേണ്ട വിഷയമാണിത്. അത് വെള്ളാട്ടം നടത്താണ്ട് ഇപ്പോൾ ഈ കാര്യം ചെയ്യാനാവും ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെയെല്ലാം സന്നദ്ധാവുന്ന സമയത്ത് ചാർത്തിൽ വരികയും നമുക്ക് എഴുതാതിരിക്കാൻ നിർവാഹമില്ല. വേണ്ട കാര്യങ്ങൾ ഉണ്ടായി 6ാമത്തെ ആളാണ് അന്വേഷിച്ചത്. അപ്പം പ്രശ്നം ചാർത്തി വെച്ചതിൻ്റെ രേഖകൾ നമ്മൾ വ്യക്തമാക്കി തരാം, ചേർത്ത് തരാം. പക്ഷേ ഇനിയും നിങ്ങൾ സന്നദ്ധമായി വേണ്ടുന്ന വിധത്തിൽ ദേവതം നോക്കിയിട്ട് ചെയ്തോളണം കാര്യങ്ങൾ. അപ്പം പിന്നെ മൃത്യുഞ്ജയ ഇവിടെ തന്നെ ചെയ്യുന്നത് തീരുമാനിച്ചു ചെയ്യാം. അപ്പം മഹാദേവൻ എന്നാ വഴിപാടാക്കുന്ന ഇവിടെ മരങ്ങൻ ക്ഷേത്രത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് വഴിപാടാക്കുന്നത്. അതാണ് വഴിപാട്. രുദ്രാഭിഷേകം നിവേദ്യ ചെയ്തുള്ള രുദ്രാഭിഷേകം നമുക്ക് പ്രദേശ മഹാദേവനെങ്കിൽ ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് പ്രദേശദേവൻ്റെ അനുഗ്രഹത്തിനും കൃഷ്ണാരൂഢത്തിൻ്റെ എല്ലാവിധത്തിലുള്ള അരിഷ്ടതകളും തീർന്ന് സമൃദ്ധിയോടുകൂടി വരും ഭാവിയിൽ നമുക്കിതിനെ ഉദ്ധരിച്ച് ആചരിക്കാനുള്ളതായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. മിഥുനം രാശി എന്ന രാശിയിൽ നിന്ന് ആദിത്യൻ സഹായവർത്തിയായി നിന്നു. അപ്പോൾ ആ ദേവനും പരിഭവം നിങ്ങൾ നേരെയാക്കാത്തതിൻ്റെ പരിഭവം ഉണ്ട്. ബാക്കി ഓർക്കണം. ഉണ്ടോ ആ ദേവനോട് ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. അപ്പോഴും ദേവനിത് നേരെയാക്കാത്ത കൊണ്ട് മഹാദേവനും പരിഭവമുണ്ട് ഓർത്ത് കൊണ്ടുപോകണത് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോ ഇത് നേരെ ആവുന്ന അന്നേ അവർ ശരിക്ക് അനുഗ്രഹിക്കുന്നത് മനസ്സിലാക്കുക അല്ലേ. അവിടെല്ലാം പ്രാർത്ഥിക്കാം. പിന്നെ ഇവിടുത്തെ ഈ പറഞ്ഞ പ്രകാരം ഒരു മൃത്യുഞ്ജയവും ഗണപതിയവും നടത്തുകയും ഇനി ഈ ശനിയാഴ്ച നട തുറക്കുന്ന ഘട്ടത്തിൽ ദേവന് ഒരു വൈകിട്ട് ചെയ്ത് നമുക്ക് സമൂഹമായിട്ട് കുടുംബങ്ങളിലൊന്നും ദേവനോട് പ്രാർത്ഥിച്ച് ഇതിൻ്റെ അഭിവൃദ്ധിക്ക് ഉണ്ടാക്കി തരാനുള്ള വഴി തെളിയിച്ചു തരാൻ വേണ്ടിയിട്ടും ഈ ആരുടെ ദേവനോടൊന്ന് പ്രാർത്ഥിക്കാം. അന്ന് ചാവണ്ടി നമുക്ക് കലശം വെക്കാൻ പറ്റുമോ? കലശാല വെക്കുക ആവും. അപ്പം കൃഷ്ണാടത്തിൽ ഗണപതി ഹോമം മൃത്യുഞ്ജയമോ തൽക്കാല സമയത്തും ചാവണ്ടി നമുക്ക് കലശം വെച്ച് ഇടപ്പചിഹ്നമായി അപരാധകരമായി പ്രാർത്ഥിക്കാം. കൂട്ടായ്മയോടുകൂടി വരും ഭാവിയിൽ ആലോചിച്ച് പൂർവാചാരങ്ങളിലേക്കും നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യാം.
വൃശ്ചികരാശി കൊണ്ട് 4-ൽ ശനിയും 7-ൽ വ്യാഴവും അവിടെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ചന്ദ്രൻ കൊണ്ടും ശനിക്ക് ചാമുണ്ടാടയ ശനി കൊണ്ട് ചാമുണ്ടയും പറയും. അപ്പം ഈ വൃശ്ചിക ലഗ്നം പ്രതി മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം ഇത്യാദി വിഷയങ്ങൾ നിശ്ചയിച്ചാൽ വ്യാഴം തെളിയണം. അത് തെളിഞ്ഞിരിക്കുന്നു. ശനീശ്വരൻ മുത്തപ്പനാണ്. ആ ശനി 4-ൽ തെളിഞ്ഞിരിക്കുന്നു. ചാമുണ്ഡ്യമ്മയുടെ കാരാഗ്രഹവും താമ്പൂലഗ്രഹമായ ചന്ദ്രവും ശനിയും തെളിഞ്ഞിരിക്കുന്നു. ഇത്ര പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇനിയും മറ്റു സന്ദർഭങ്ങളിൽ കൂടി ആലോചിച്ച് ആ പൂർവ്വ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നമ്മൾ ശിവന്റെ കൂടെ അല്ലാത്ത ദേവിയാണോ? ഭദ്രകാളിയാ പടുംപായസാണോ അവിടെ നേരിട്ടോ? അപ്പോൾ ഞാൻ ഈ വണ്ടിയിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഇതുപോലെ വണ്ടി കയറില്ല. ഇവിടെ എന്നാൽ ഞങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ മൃതിയുടെ ഫലം പൂർണ്ണ എഴുതുക. പിന്നെ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ച മുതൽ ദിവസങ്ങൾ ഓഫീസിലുണ്ടാവും. അത് നമ്മൾ വിട്ടയച്ചാൽ ഇങ്ങോട്ട് വരാൻ ഈ ദിവസം ഭാഗത്തേക്ക് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളൊന്നും യാത്ര ഇങ്ങോട്ടില്ല. അങ്ങോട്ടില്ല. വങ്ങര ഭാഗത്ത് എവിടെയും കാണാൻ വഴിയില്ല. വെള്ളിയാഴ്ച വങ്ങര ആ ഭാഗത്തല്ലേ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പഴയങ്ങാടി ഉണ്ടാവും. പിന്നെ കയ്യിൽ വെക്കാം. നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. എവിടെയെങ്കിലും വൈകുന്നേരം പ്രശ്നം കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഓഫീസ് ടൈം കഴിയില്ല. അതൊരു താമ്പൂല പ്രശ്നമാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ സമയം പറയാൻ പറ്റില്ല. ഇല്ല, കൃത്യസമയം പറഞ്ഞാൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. വേഗം വെക്കാം. വിളിക്കാം. അങ്ങനെ കാണുകയാണ് അവിടെ. നിരാശ നടക്കാം.
ശബനത്തിൽ നമ്മളൊന്നും പോവുക നമുക്ക് അന്നേരെ കണ്ടപ്പോഴേ കയറി എത്തണ്ടായി പോകുന്നുള്ള പേടി മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. എൻ്റെ മനസ്സിലാണെന്ന ഒരു ചെറിയൊരു അയാൾ ചോദിക്കുകയും ചെയ്തു എന്നോട് എന്നറിയാം ഈ അഷ്ടമി യൂണിറ്റിൻ്റെ കൊണ്ടി. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ധാരണ ഇല്ലാണ്ട് കൊടുത്തുപോയതാണ്, വാക്ക് മാറ്റാൻ കഴിയില്ല. ഓ അവിടെ എത്ര അതിന് ഞങ്ങൾ ഈ തൊട്ട കാര്യം പൂർത്തീകരിക്കാണ്ട് വെച്ചത് ആടെ ഉത്തരവാദിത്തം കൊടുക്കണം. അപ്പം ആ വ്യക്തി ക്ഷേത്രത്തുമായിട്ട് ബന്ധമില്ല, പ്രധാന ഭക്തൻ മാത്രമേ ഉള്ളൂ. അവിടെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമൊന്നും ഇല്ല ആളൊന്നും. ശബനം കണ്ട യാദവനാണ്, പക്ഷെ അയാൾക്ക് കളയുണ്ട്. മണിയാണി യാദവിൻ്റെ യഥാർത്ഥ യാദവിൻ്റെ ആൾക്കാരല്ല. മറ്റേ റിലയൻസ് ഇങ്ങനെ എടുക്കുന്നവരാണ് മണിയാണ്. നമ്മുടെ നാട്ടിലേക്ക് കല്ലാശി വീടുപടി തന്നെയാണ്. വീടുപടി ചെയ്യലും ഒന്നല്ലേ ഈഴവിൽ വേറെ ഒന്നുണ്ട്. ഈഴവർക്ക് പഞ്ചസാരം കിട്ടുന്നു. വിവാഹരപ്പണിക്ക് അത് ഈഴവിലല്ലേ ചാർപ്പേര് കിട്ടുന്നതാണ്. കോട്ടയത്തല്ല, പടിഞ്ഞാറോട്ട പോകും. കാര്യങ്ങൾ സാധിച്ചിട്ടോ ആരും പണി കഴിഞ്ഞിട്ട് പോകുന്നു. നല്ല ലക്ഷണം സർവേശ്വരീയ ലക്ഷം ശീഘ്രം ശീഘ്രം സർവേശ്വരീയ ലക്ഷം. അതാണ് നമ്മളങ്ങനെ വിളിക്കുന്നേ. അവിടെ വരുന്നില്ല. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ടാവും. എന്തിനാ ഓ അതായിരുന്നു ഞാൻ മറ്റേ എങ്ങനെ പോയില്ല ഡൽഹി. അതിൻ്റെ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്നായിരുന്നു. എന്നാൽ വെച്ചിട്ട് ആടെ നടക്കുമ്പോൾ കേട്ടോ എങ്ങനെ വെറുതെ ഒരു ഫോട്ടോല്ലേ കഴിഞ്ഞില്ല. വോയിസ് റെക്കോർഡർ നോക്കട്ടെ, ഓണായി. വോയിസ് റെക്കോർഡ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. 25 മിനിറ്റും 26 മിനിറ്റ് ആയിട്ടും 55 മിനിറ്റ് അവസാനം വെച്ചാൽ രണ്ടാമത്തെ.